തിരുവനന്തപുരം KSRTC ഡിപ്പോയിൽ നിന്ന് വൈകുന്നേരം പുറപ്പെട്ട ബസ്സാണ് 3 മണി സമയത്തോടുകൂടി ഇവിടെ വഴുതക്കാട് ഭാഗത്ത് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇതുവരെയും ഇത്തരത്തിൽ KSRTC ഡിപ്പോയിൽ നിന്ന് അധികൃതർ എത്തി ഈ ബസ് മാറ്റാനുള്ള ശ്രമങ്ങളോ അല്ലെങ്കിൽ എന്താണ് ബസ്സിന് സംഭവിച്ചതെന്ന് അടക്കം അറിയാനുള്ള ഒരു ശ്രമമായിട്ട് മുൻപോട്ട് പോയിട്ടെന്നുള്ളതാണ്. എന്തായാലും കാട്ടാക്കടയ്ക്കോട്ട് പോകുന്ന ബസ്സാണ് 3 മണി സമയത്തോടുകൂടി തന്നെ ഇവിടെ ബ്രേക്ക് ഡൗൺ ആയി വഴുതക്കാട് ജംഗ്ഷനിൽ കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. ഇപ്പോഴും അധികാരികളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ എന്താണ് ബസ്സിന് സംഭവിച്ചതെന്നോ ഒന്നും അറിയാനോ അല്ലെങ്കിൽ ചോദിച്ചറിയാനോ ആയിട്ട് ആരും എത്തിയിട്ടില്ല എന്നുള്ളത്. എന്തായാലും മൊബൈൽ പഞ്ചറിങ് യൂണിറ്റ് അടക്കം എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒന്നാണ് KSRTC ഡിപ്പോ. പക്ഷേ ഡിപ്പോയ്ക്ക് തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ബസ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മൊബൈൽ യൂണിറ്റുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ പോലും ഇപ്പോഴും ഈ ബസ്സിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ ഇതുവരെയും ആളുകൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. KSRTC ഡ്രൈവറും അതേപോലെ തന്നെ ഒരു വനിതാ കണ്ടക്ടറുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ വനിതാ കണ്ടക്ടർ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഇവർ രണ്ടുപേരും ഈ ബസ്സിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമുള്ളത്. മുൻപ് വാഹനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെ ഒക്കെ തന്നെ പുറത്തേക്ക് മാറ്റുകയും അവർ പിന്നീട് മറ്റ് ബസ്സുകളിലൊക്കെ തന്നെ അഭയം തേടി പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യവും ഉണ്ടായി എന്നുള്ളതാണ്. ചേട്ടാ, ഇത് എത്ര മണിക്കാണ് ഈ ബസ് ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? 3:40 കൂടെ വണ്ടി വന്ന് ക്ലച്ച് കംപ്ലൈൻ്റ് ആണ്. ഞാൻ ഇവിടെ ഈ ബസ് സ്റ്റാൻഡിൽ നിർത്താൻ പോയപ്പോൾ ക്ലച്ച് ഫ്രീ ആയിട്ട് താഴ്ന്നു. അപ്പോൾ പിന്നെ സകലം ഒതുക്കി ഇങ്ങോട്ട്. അപ്പോൾ ഇതിലിരുന്ന യാത്രക്കാരുണ്ടായിരുന്നു, അവരെ 2 വണ്ടിയിലായിട്ട് കയറ്റി വിട്ട്. ഡിപ്പോയിൽ അറിയിച്ചോ വിഷയം? ആദ്യം ഞങ്ങളുടെ ഡിപ്പോയിൽ തന്നെ അറിയിച്ച്. അപ്പോൾ അവർ പറഞ്ഞു തമ്പാനൂർ ഡിപ്പോയിൽ അറിയിക്കാൻ പറഞ്ഞു. തമ്പാനൂർ ഡിപ്പോയിൽ അറിയിച്ചപ്പം പറഞ്ഞു പാപ്പനംകോട് അറിയിക്കാൻ പറഞ്ഞു. പാപ്പനംകോട് അറിയിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ വികാസ് ഭവനിൽ അറിയിക്കാൻ പറഞ്ഞു. വികാസ് ഭവനിൽ അറിയിച്ചു. വികാസ് ഭവനിൽ അറിയിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഈ KSRTCയിലെ ചീഫ് ഓഫീസിൽ ഒരു വിങ്ങുണ്ട്, അവിടെ അറിയിച്ചു. അവർ പറഞ്ഞു ആൾ വരുമെന്ന് പറഞ്ഞു. ഇതുവരെയും വന്നിട്ടില്ല. പിന്നെ അവസാനം വികാസ് ഭവനിൽ നിന്ന് വിളിച്ചു പറഞ്ഞു പേരൂർക്കട അറിയിക്കാൻ പറഞ്ഞു. പേരൂർക്കടയും നമ്മൾ അറിയിച്ചു. യാത്രക്കാർ പ്രശ്നം ഉണ്ടാക്കിയോ? യാത്രക്കാർ കുറച്ച് നേരം ഇവിടെ നിന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് 2 വണ്ടിയിലായിട്ട് കയറ്റി വിട്ടു. ഞങ്ങൾക്ക് 7 മണിക്ക് 7:10 ഡ്യൂട്ടി തീരേണ്ടതാണ്. ഇവരും വലിയ ബുദ്ധിമുട്ടാണ്. കാരണം 7:10 ഡ്യൂട്ടി തീരേണ്ടവരാണ് ഇവരൊക്കെ. ഇപ്പോൾ സമയം ഒരു 7:30 അടുക്കുന്നു. ആ സമയത്തും ഇവർ ഇവിടെ തന്നെ നിന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഡ്യൂട്ടി സമയം കഴിഞ്ഞിട്ടും നിൽക്കുകയാണ്. മറ്റ് യാത്രക്കാരെയൊക്കെ തന്നെ മറ്റ് KSRTC ബസ് എത്തി തന്നെ കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. വലിയ ബുദ്ധിമുട്ടായി പോയല്ലേ? സാധാരണ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ KSRTC കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നതല്ല. മിക്കവാറും ഒരു മണിക്കൂറിനകം എത്തേണ്ടതാണ്. ഇപ്പോൾ ഇത്രയും സമയമായിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. യാത്രക്കാർ പ്രശ്നം ഉണ്ടാക്കിയോ? ഇല്ല, യാത്രക്കാരൊന്നും ബുദ്ധിമുട്ടാണ്. ഞങ്ങളോടൊപ്പം നിന്ന് അവരെ ഞാൻ ബസ്സിൽ കയറ്റി വിട്ടിട്ടുണ്ട്. ഉടനെ എത്താമെന്ന് വല്ലതും അറിയിച്ചിട്ടുണ്ടോ? ഇപ്പോൾ എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇടയ്ക്ക് ഞങ്ങളുടെ ഡിപ്പോയിൽ തന്നെ ATA വിളിച്ചിട്ടുണ്ട്. അപ്പോൾ മാഡം പറഞ്ഞു ഇപ്പോൾ ഉടനെ എന്തെങ്കിലും ഏർപ്പാടുണ്ടാക്കാമെന്ന് മാഡം പറഞ്ഞിട്ടുണ്ട്. സമയമായിട്ടും ഇത്തരത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ ബസ് ഇവിടെ തന്നെ തുടരുകയും ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യാത്രക്കാർ തന്നെയാണ് റിപ്പോർട്ടർ TV വിഷയം അറിയിക്കുക. അങ്ങനെയാണ് നമ്മളിവിടെ സ്ഥലത്തെത്തുകയും ചെയ്യുന്നത്. എന്തായാലും കഴിഞ്ഞ കുറേയേറെ മണിക്കൂറുകളായി ഈ ബസ് ഇവിടെ തുടരുകയാണെന്നുള്ളതാണ്. ഇതിൽ ഇപ്പോഴും ഈ മൊബൈൽ യൂണിറ്റോ കാര്യങ്ങളോ ഒന്നും ഈ വാഹനത്തിന് എന്താണ് പറ്റിയെന്നോ അല്ലെ വാഹനം മാറ്റാനായിട്ടോ ഉള്ള ഒരു ശ്രമം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത്രത്തോളം തന്നെ വലിയ വാഹന തിരക്കുള്ള ഒരു റോഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് ഈ KSRTC ജീവനക്കാരും അതേപോലെ തന്നെ ഈ പ്രദേശത്തൂടെ വാഹന ഗതാഗതം പോകുന്ന റൂട്ടിൽ തന്നെ വാഹനം നിർത്തിയിട്ടേക്കൊണ്ടുള്ള പ്രശ്നങ്ങളും അതിരൂക്ഷമാണ്.